ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സൈക്കോളജിയിലെ ഒരു ടോപ്പിക്കാണ് നേച്ചർ ഓഫ് അഡോളസൻസ്. ഈ ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുണ്ട്, ബട്ട് എനിവേസ് അത് നമ്മൾ രണ്ടായിട്ട് ചെയ്യാൻ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. രണ്ടും ഏകദേശം സിമിലറൊക്കെയാണ്, പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും രണ്ട് വീഡിയോ ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ നേച്ചർ ഓഫ് അഡോളസൻസ് അല്ലെങ്കിൽ അഡോളസൻറ്റ് പീരീഡിലുള്ള കുട്ടികളുടെ ഒരു നേച്ചർ എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴെന്താണ് അഡോളസൻസ് എന്ന് പറയുന്ന ടൈമിന് ഒരു ബ്രിഡ്ജായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഒരു ചൈൽഡ്ഹുഡിനും അഡൽട്ട്ഹുഡിനും ഇടയിലുള്ള ഒരു ബ്രിഡ്ജ്, ഇതിനെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ടൈം പീരീഡ് എന്ന് വേണമെങ്കിൽ പറയാം. ചൈൽഡ്ഹുഡ് കഴിഞ്ഞിട്ടാണ് അഡോളസൻസ്, അത് കഴിഞ്ഞിട്ട് അഡൽട്ട്ഹുഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്കുള്ള ഒരു ബ്രിഡ്ജ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. മാർക്ക്ഡ് ബൈ സിഗ്നിഫിക്കൻറ്റ്, ഈ ടൈമിൽ നമുക്ക് ഫിസിക്കൽ, ഇമോഷണൽ, സോഷ്യൽ ചേഞ്ചസ് നമ്മളുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇത് ഏകദേശം പ്യൂബർട്ടിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദ നേച്ചർ ഓഫ് അഡോളസൻസ് ഈസ് കോംപ്ലക്സ് ആൻഡ് ഹാവ് വേരിയസ് അസ്പെക്ട്സ്. അപ്പോൾ നേച്ചർ ഓഫ് അഡോളസൻസ് ആ ഒരു പോയിൻറ്റിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട കുറേ സംഭവങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ കുറേ വേരിയസ് അസ്പെക്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ചസ് ആണ്. നമുക്കറിയാം അഡോളസൻസിനെ നോക്കുകയാണെങ്കിൽ ആ ഒരു ടൈമിലാണ് നമ്മുടെ ഫിസിക്കൽ ചേഞ്ചസ് മെയിനായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ പോയിൻ്റാണ് ഫിസിക്കൽ ചേഞ്ചസ്. നേച്ചർ ഓഫ് അഡോളസൻസിലെ ഫസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റാണ് റാപ്പിഡ് ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഫിസിക്കലി ഉള്ളൊരു ഗ്രോത്ത് ആ ഒരു ടൈമിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചേഞ്ചസ് ഇൻ ഹൈറ്റ്, വെയ്റ്റ്, ബോഡി കമ്പോസിഷൻ. ഹൈറ്റിൽ, വെയ്റ്റിൽ, ബോഡി കമ്പോസിഷനിലൊക്കെ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. സെക്ഷൽ മെച്ചുറേഷൻ ഉണ്ട്, ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ട്, പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇത്രയാണ് ഫിസിക്കൽ ചേഞ്ചസിൽ വരുന്നത്. ഓക്കെ, അതിന് നമുക്ക് രണ്ടാമത്തെ നേച്ചറിലേക്ക് പോവുകയാണെങ്കിൽ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, അതായത് നമ്മുടെ ഭൗതികമായ ഡെവലപ്മെൻറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ റീസണിങ്, പ്രോബ്ലം സോൾവിങ്. ഓക്കെ, അതായത് റീസണിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നു. ഓക്കെ, കറണ്ട് പോയിട്ടുണ്ട്, ബട്ട് എനിവേസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. റീസണിങ് സ്കിൽസിൽ ഇമ്പ്രൂവ്മെൻറ്റ്, പിന്നെ അടുത്തത് പ്രോബ്ലം സോൾവിങ്, ആ ഒരു എബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് തിങ്കിങ് എബിലിറ്റീസ്. ദേ ബിഗൈൻ ടു ക്വസ്റ്റ്യൻ അതോറിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു പ്രവണത, ഒരു റിബൽ ആറ്റിറ്റ്യൂഡ് ഈ ഒരു ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഡെവലപ്പ് ദെയർ ഓൺ ബിലീഫ്സ് ആൻഡ് വാല്യൂസ്, നമ്മുടേതായ വിശ്വാസങ്ങൾ, വാല്യൂസൊക്കെ ഈ ഒരു ടൈമിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കറണ്ടും വന്നു. ഓക്കെ, നെക്സ്റ്റ് ആൻഡ് എക്സ്പ്ലോർ ദെയർ ഐഡൻറ്റിറ്റീസ്. നമ്മളുടെ തന്നെ ഐഡൻറ്റിറ്റിയെ തിരിച്ചറിയുന്ന ഒരു ടൈം കൂടിയാണ് ഈ അഡോളസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ചേഞ്ചസ് ആയിരുന്നു, രണ്ടാമത്തെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. അടുത്ത നമുക്ക് നോക്കുകയാണെങ്കിൽ മൂന്നാമത്തേതാണ് ഇമോഷണൽ ആൻഡ് സോഷ്യൽ ചേഞ്ചസ്. ഓക്കെ, എന്തൊക്കെ ഇമോഷണൽ സോഷ്യൽ ചേഞ്ചസ് ആണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റാണ് ഇമോഷണൽ ഇൻറ്റൻസിറ്റി ആൻഡ് ഇൻക്രീസ്ഡ് സെൻസിറ്റിവിറ്റി. അപ്പോൾ ഒരു ഇമോഷണലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻസിറ്റീവ് ടൈമാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. പീർ റിലേഷൻഷിപ്പ് ബിക്കം ഇൻക്രീസിംഗ്ലി ഇമ്പോർട്ടൻറ്റ്, അതായത് പാരൻസിനേക്കാളും പീർ റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്ന ഒരു ടൈം പീരീഡാണിത്. പിന്നെ ഇൻഡിപെൻഡൻസ് ഫ്രം ദെയർ ഫാമിലീസ്, തൻ്റെ ഫാമിലിയിൽ നിന്നൊരു ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു ടൈം പീരീഡാണിത്. നെക്സ്റ്റ് ഈസ് എക്സ്പീരിയൻസ് മൂഡ്സ് എപ്പോഴും ചേഞ്ച് ചെയ്യുന്നു. പിന്നെ ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ, സെൻസ് ഓഫ് സെൽഫ് കോൺഷ്യസ്നെസ്. ഓക്കെ, സോ ഒരു സെൽഫ് കോൺഷ്യസ്നെസ് ആ ഒരു ടൈമിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളാണെങ്കിലും ബ്യൂട്ടിയിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന ആ ഒരു ടൈം പീരീഡാണ് ഇത്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഐഡൻറ്റിറ്റി ഫോർമേഷൻ. ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൈമായിട്ട് അഡോളസൻസിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അണ്ടർഗോ എ പ്രോസസ് ഓഫ് ഐഡൻറ്റിറ്റി ഫോർമേഷൻ, എക്സ്പ്ലോറിങ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റുകളിൽ നമ്മൾ ടൈം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ് വാല്യൂസ്, എക്സ്പീരിമെൻറ്റേഷൻ വിത്ത് ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ്. അതുപോലെ തന്നെ പല എക്സ്പീരിമെൻറ്റ്സിന് ഈ ഒരു ടൈമിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ സോഷ്യൽ ഗ്രൂപ്പ്സിൽ ആക്റ്റീവ് ആവുന്നു. ഓക്കെ, കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ടൈം കൂടിയാണ് അഡോളസൻസ്. നെക്സ്റ്റ് ആണ് റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ. ഓക്കെ, ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു ബിഹേവിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അഡോളസൻസിലാണ്. ഒക്കെ റിസ്ക് എടുക്കാനായിട്ട് മറ്റേ മഞ്ഞുമൽ ബോയ്സ് ഫിലിമൊക്കെ നിങ്ങൾ കണ്ടു വേണമായിരിക്കും. ആക്ച്വലി ഞാൻ കണ്ടില്ല, കാണണം എനിക്ക്. ഓക്കെ, ബട്ട് എനിവേസ് അതുപോലെയുള്ള ബിഹേവിയർ, റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ. അതുമാത്രമല്ല,
നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ്, ഡ്രഗ് അബ്യൂസ്, ഇതൊക്കെ ഒരു റിസ്ക് ടേക്ക്, ആ ഒരു ബിഹേവിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ടൈമിലാണ്. പിന്നെ റെക്ലെസ് ഡ്രൈവിങ്, റെക്ലെസ് ഡ്രൈവിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ ദിസ് ഈസ് പാർഷ്യലി ഡ്യൂ ടു ഓൺഗോയിങ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ബ്രെയിൻസ്. ഇതെന്തുകൊണ്ടാണ് ഈ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ നടക്കുന്നതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൺഗോയിങ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ബ്രെയിൻസ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, അതായത് കോർട്ടെക്സിൻ്റെ ഒരു ഭാഗത്തിൻ്റെ, അതായത് നമ്മുടെ ബ്രെയിനിൽ കോർട്ടെക്സ് എന്നൊരു ഭാഗമുണ്ട്, അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ് ഈ അഡോളസൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ വരുന്നത്. കാരണം ഈ കോർട്ടെക്സ് എന്ന ആ പാർട്ടിലാണ് ഡിസിഷൻ മേക്കിങ് ഒക്കെ, നമ്മൾ ഡിസിഷൻ മേക്കിങ് ആ ഒരു കൺട്രോൾ ചെയ്യുന്ന ഈ കോർട്ടെക്സ് ഭാഗമാണ് ബ്രെയിനിൽ. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് ടൈമാണ് അഡോളസൻസ്. വിച്ച് ഗവേൺസ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഇമ്പൾസ് കൺട്രോൾ ആൻഡ് നോട്ട് ഫുള്ളി മെച്ചുർ അൺടിൽ എയർലി അഡൽട്ട്ഹുഡ്. അതായത് ഈ ഒരു അഡോളസൻസ് കഴിയുന്നവരെ അത് മെച്ചുർ ആവത്തില്ല. കോർട്ടെക്സ് എന്ന് പറയുന്ന പാർട്ട്. അപ്പോൾ ഈ ഒരു അഡോളസൻസ് അല്ലെങ്കിൽ അഡൽട്ട്ഹുഡ് കഴിയുമ്പോഴേക്കാണ് അത് മെച്ചുർ ആവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടൈമിൽ ഒത്തിരി റിസ്ക് ടേക്കിംഗ് ബിഹേവിയേഴ്സ് നമുക്ക് ഒരു എടുത്തുചാട്ടം നമുക്ക് കാണാൻ കഴിയും ഈ ഒരു ഏജിലുള്ള കുട്ടികളിൽ. നെക്സ്റ്റാണ് സൈക്കോ സോഷ്യൽ ചേഞ്ചസ്. എന്തൊക്കെയാണ് സൈക്കോ സോഷ്യൽ ചേഞ്ചസ് എന്ന് നമുക്ക് നോക്കാം. അതായത് മാനസിക സാമൂഹ്യപരമായ മാറ്റങ്ങൾ അഡോളസൻസിന് വരുന്നുണ്ട്. ചലഞ്ചിങ് ടൈമാണ് ഇമോഷണലി സൈക്കോളജിക്കലി നമ്മൾ പറയുവാണെങ്കിൽ. പിന്നെ പ്രഷർ ഓഫ് സ്കൂള്, പീർ റിലേഷൻഷിപ്സ്, ഫാമിലി എക്സ്പെക്റ്റേഷൻസ്, ഇതിനൊക്കെ ഒരു വേദിയാകുന്നുണ്ട് ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഒത്തിരി എക്സ്പെക്റ്റേഷൻസ് കാണും ഫാമിലിയിൽ നിന്നൊക്കെ. അതൊക്കെ ഒരു കണക്കിന് കുട്ടികളിലെ ടെൻഷനൊക്കെ ക്രിയേറ്റ് ചെയ്യാനും കാരണമാകും. പിന്നെ ഇഷ്യൂസ് സച്ച് ബുള്ളിയിങ്, ബോഡി ഇമേജ് കൺസേൺസ്, പ്രത്യേകിച്ച് ബോഡി ഇമേജ് കൺസേൺസ് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന ഈ ഒരു ടൈമിലാണ്. പിന്നെ അക്കാഡമിക് സ്ട്രെസ്സ് കൂടുതലായിട്ട് വരുന്നുണ്ട്. ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ലൈക്ക് ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി എമേജ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ ഡിപ്രഷനും ആങ്സൈറ്റിയും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പീരീഡായിട്ട് അഡോളസൻസിനെ നമുക്ക് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലായിടത്തും ഡിപ്രഷനും ആങ്സൈറ്റിയൊക്കെയാണ് നമ്മളുടെ സൊസൈറ്റി എടുക്കുകയാണെങ്കിൽ കൂടുതൽ. ഒരു പരിധിവരെ ഡിജിറ്റൽ ഏജ് അതിനൊരു കാരണമെന്ന് പറയാം. ബട്ട് ആക്ച്വലി ഒരു പരിധിവരെ നമുക്ക് പറയാം. പക്ഷേ അതൊക്കെ ഓവർകം ചെയ്യേണ്ട അത്യാവശ്യമാണ്. കാരണം നമ്മളൊരു സ്റ്റുഡൻസ് ലൈഫിൽ നോക്കുകയാണെങ്കിൽ നേരത്തെ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇങ്ങനെയൊരു സംഭവം കുട്ടികൾക്കിടയിൽ അത്ര ഇതില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന കുട്ടികളും ഈ ഡിപ്രഷൻ ആങ്സൈറ്റിയിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മളുടെ ക്ലാസ് എടുക്കുന്നതൊക്കെ. ആസ് എ ടീച്ചർ നമ്മുടെ ബിഹേവിയറും. നെക്സ്റ്റാണ് ട്രാൻസിഷൻ ടു അഡൽട്ട്ഹുഡ്. അഡൽട്ട്ഹുഡിലേക്കുള്ളൊരു ട്രാൻസിഷൻ ഫേസാണ് നമ്മൾ പറഞ്ഞൊരു ബ്രിഡ്ജ് പീരീഡാണിത്. പിന്നെ ഇൻഡിവിജ്വൽ അക്വയർ ദ സ്കിൽസ്, നോളജ്, എക്സ്പീരിയൻസസ് ഒക്കെ നേടുന്ന ഒരു പ്രായം കൂടിയാണിത്. നെസസറി ഫോർ ഇൻഡിപെൻഡൻറ്റ് ലീവിങ് ആൻഡ് ഫങ്ഷനിങ് ഇൻ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിൽ താമസിക്കാനുള്ള, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ലീവിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു സ്കിൽസ് നമ്മൾ ഗെയിൻ ചെയ്യുന്ന ടൈമാണിത്. പിന്നെ ഡെവലപ്പിംഗ് കരിയർ ഗോൾസ്, കരിയറിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്ന ടൈം. പിന്നെ എസ്റ്റാബ്ലിഷിങ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്സ് ആൻഡ് ടേക്കിംഗ് ഓൺ അഡൽട്ട് റെസ്പോൺസിബിലിറ്റീസ്. കുറേയൊക്കെ റെസ്പോൺസിബിലിറ്റീസൊക്കെ നമ്മൾ എടുക്കാൻ തുടങ്ങുന്നൊരു ടൈം കൂടിയാണ് ഈ ഒരു അഡോളസൻസ്. അതൊരു ട്രാൻസിഷൻ പീരീഡ് കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത ആ പോയിൻറ്റ്സൊക്കെയാണ്. ഫൈനലി നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് ബോത്ത് ചലഞ്ച് ആൻഡ് ഓപ്പർച്യൂണിറ്റി, ഷേപ്പിംഗ് ഇൻഡിവിജ്വൽസ് ഐഡൻറ്റിറ്റീസ്, റിലേഷൻഷിപ്സ് ആൻഡ് ഫ്യൂച്ചർ. ഒരു ചലഞ്ചിൻ്റെ പീരീഡാണ്, ഓപ്പർച്യൂണിറ്റിയുടെ പീരീഡാണ്. അതുപോലെ തന്നെ ഇൻഡിവിജ്വലിൻ്റെ ഐഡൻറ്റിറ്റി, റിലേഷൻഷിപ്പ്, ഫ്യൂച്ചറിനെയൊക്കെ ഷേപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെ ഒന്ന് പരുവപ്പെടുത്തുന്ന ഒരു ടൈം കൂടിയാണ് ഈ അഡോളസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് നേച്ചർ ഓഫ് ഇൻസ്റ്റഗ്രാം ഐ എം ചന്ദ്രൂസ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് നേച്ചർ ഓഫ് അഡോളസൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിലെ സബ് ടോപ്പിക്കുകൾ ഫിസിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട്, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ ടൈം പീരീഡാണിത്, ഇമോഷണൽ സോഷ്യൽ ചേഞ്ചസ്, ഐഡൻറ്റിറ്റി ഫോർമേഷൻ, നെക്സ്റ്റ് വൺ ഈസ് റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ, ആൻഡ് ദ നെക്സ്റ്റ് ഈസ് സൈക്കോ സോഷ്യൽ ചലഞ്ചസ് ആൻഡ് ദ ട്രാൻസിഷൻ ടു അഡൽട്ട്ഹുഡ് ആൻഡ് നെക്സ്റ്റ്. അപ്പോൾ ഇത്രയും ഒരു 7 പോയിൻ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും പോയിൻറ്റ്സാണ് മെയിനായിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ കേട്ടനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക, എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഈ നോട്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ പോയിൻറ്റ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം കേട്ടതിൽ ഒരിക്കലും നേച്ചർ ഓഫ് അഡോളസൻസ് എന്താണെന്ന് എഴുതാൻ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഒരിക്കലും വരില്ല. അതൊക്കെ കോളേജ് ബേസ്ഡ് വരും. അതല്ലാതെ വരത്തില്ല. അപ്പോൾ ആ രീതിയിൽ
നിങ്ങളിത് മനസ്സിലാക്കി വയ്ക്കുക. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.